ജിൻഡോയ്ക്ക് പരാതി വെറും നിസ്സാര പരാതിയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള പരാതിയാണെന്നാണ് ജിൻഡോ പറയുന്നത്. അർജുൻ ജിൻഡോയെ മനഃപൂർവ്വം ഉപദ്രവിച്ചു എന്നുള്ളതാണ് ജിൻഡോയുടെ പരാതി. ടാസ്ക് നടക്കുന്ന സമയത്ത് ഡിഫെൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ജിൻഡോയുടെ മുഖത്ത് പിടിച്ച് തള്ളി എന്നുള്ളതാണ് ഇവിടെയുള്ള പരാതി എന്ന് പറയുന്നത്. അങ്ങനെ മുഖത്ത് പിടിച്ച് തള്ളാൻ പാടില്ലായിരുന്നു, എനിക്ക് നല്ല പെയിൻ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കഴുത്തൊന്നും അനക്കാൻ വയ്യ എന്നാണ് ഇപ്പോൾ ജിൻഡോ പവർ ടീമിനോടും ക്യാപ്റ്റനോടും പരാതി പറഞ്ഞിരിക്കുന്നത്. അവിടെ അർജുനെ വിളിച്ചുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളത് ശരിയാണ്, ഡിഫെൻഡ് ചെയ്തതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് അർജുൻ വെളിപ്പെടുത്തി. പക്ഷേ ഇവിടെ ഇപ്പോൾ ജിൻഡോ പറഞ്ഞിരിക്കുന്നത് എനിക്കിത് വളരെ സീരിയസ് ആയിട്ടുള്ള പരാതിയാണ്, അർജുൻ മനഃപൂർവ്വമാണ് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ബിഗ് ബോസിന്റെ ഉള്ളിൽ മറ്റുള്ള മത്സരാർത്ഥികളിൽ ഒപ്പം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഋഷിയാണ്. ഋഷി പറഞ്ഞത് ഋഷിയുടെ കഴുത്തിലും പിടിച്ചിരുന്നു, പക്ഷേ എനിക്കത് വേദന എടുത്തിട്ടില്ല, ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിൽ തടഞ്ഞു നിർത്താണ് ചെയ്തത്, പക്ഷെ അപ്പോൾ തന്നെ വിടുകയും ചെയ്തിരുന്നു, അതുകൊണ്ട് എനിക്കൊരു പരാതിയില്ല എന്നാണ് ഋഷി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗബ്രി സെയിം ടീമിലായിരുന്നു, അർജുന്റെ സെയിം ടീമിലായതുകൊണ്ട് തന്നെ ഗബ്രി പറഞ്ഞത് അവൻ ചെയ്തു എന്നുള്ളത് ശരിയാണ്, മുഖത്ത് പിടിച്ചിരുന്നു, മുഖം ഇങ്ങനെ പിടിച്ച് ഡിഫെൻഡ് ചെയ്തിരുന്നു, നീക്കി നിർത്തിയിരുന്നു, പക്ഷെ ഉപദ്രവിച്ചതായിട്ട് തോന്നിയിട്ടില്ല എന്ന് ഗബ്രിയും പറയുന്നു. എന്തായാലും അർജുൻ വന്ന് നിന്ന് ഇപ്പോൾ ഇതിനെന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ച സമയത്ത് അർജുൻ അവിടെ മാപ്പ് ചോദിച്ചു. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഉപദ്രവിച്ചതായിട്ട് തോന്നുകയോ ഇനി വേദന എടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ടില്ല, മനഃപൂർവ്വം ഉപദ്രവിക്കണമെന്ന് വിചാരിച്ച് ചെയ്തിട്ടില്ല, ഡിഫെൻഡ് ചെയ്തതാണ്. ഇനി ജിൻഡോ ചേട്ടൻ എന്തെങ്കിലും പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് പരാതിയാണെന്നുണ്ടെങ്കിലും സ്വീകരിക്കാനായിട്ട് തയ്യാറാണ്, ഇനിയിപ്പോൾ തിരിച്ച് തല്ലണം എന്നുണ്ടെങ്കിൽ തല്ലിക്കോളൂ, പ്രശ്നമില്ല എന്നാണ് അവിടെ അർജുൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബാക്കി ആരും തന്നെ ഇത് കാണാത്തതുകൊണ്ട് ഈ ഗെയിം നിയന്ത്രിക്കാനായിട്ട് രതീഷിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. രതീഷ് ഇത് കാണാത്തതുകൊണ്ടും പിന്നെ ക്യാപ്റ്റൻ ഓൾറെഡി മറ്റൊരു ടീമിന്റെ ഭാഗമായതുകൊണ്ട് ക്യാപ്റ്റൻ ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. പവർ ടീമിനാണെന്നുണ്ടെങ്കിലും നേരിട്ട് കാണാത്ത ഒരു കാര്യത്തിന് ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ബിഗ് ബോസിൽ എല്ലാവരും ഇതൊരു പരാതിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുകയും അതിന് ഒരു തീരുമാനം എടുക്കണമെന്നുമാണ് ഇപ്പോൾ പവർ ടീം അറിയിച്ചിരിക്കുന്നത്. ലൈവിലാണ് ുണ്ടെങ്കിൽ ബിഗ് ബോസ് ടീം പ്രേക്ഷകർക്ക് ഈ ഒരു സീൻ കാണിച്ചു തന്നിട്ടില്ല, എപ്പിസോഡിലായിരിക്കും അത് വരുന്നുണ്ടായിരിക്കുക. എപ്പിസോഡിൽ കണ്ടാൽ മാത്രമേ അതിന് എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു, എന്താണ് അവിടെ നടന്നതെന്ന് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും ജിൻഡോ പറഞ്ഞിരിക്കുന്നത് അർജുൻ മനഃപൂർവ്വം എന്നെ ഉപദ്രവിച്ചു എന്നാണ്.